നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവെച്ച് അതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. പ്രതിപക്ഷം ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ രാജി വെറുതെയല്ല. ഒരു ആരോഗ്യസ്ഥിതി മോശമായത് കാരണമാണ് രാജിവെക്കുന്നതെന്നുള്ളത് രാജിക്കത്തിലുണ്ടെങ്കിൽ തന്നെയും നിരവധി പ്രശ്നങ്ങളല്ലേ അതിൻ്റെ പിന്നിലുള്ളത്. സർക്കാർ ഇതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല, നിശബ്ദതയാണ് പാലിച്ചിരിക്കുന്നത്. BJP നേതൃത്വവും അക്കാര്യത്തിനകത്ത് നിശബ്ദതയാണ് പാലിച്ചിരിക്കുന്നത്. ഊഹിക്കാൻ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ നേതൃത്വത്തിൻ്റെ അതൃപ്തിയാണോ ഇതിന് പിന്നിൽ എന്നുണ്ട്. BJPയുടെ കണ്ണ് പ്രധാനമായിട്ട് ഇപ്പോൾ ബീഹാറിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പുതിയ ചില നീക്കങ്ങളിലേക്കും കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ അതെ, ആ കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം അന്ന് രാവിലെ സമ്മേളനം തുടങ്ങുന്നു, അദ്ദേഹം വളരെ പ്രസന്നവദനായിട്ട് വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നു. യാതൊരു സങ്കോചവും ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥാനം നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ കാര്യങ്ങളും സഭയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ വൈകുന്നേരമാണ് അദ്ദേഹം ഈ രാജി കൊടുക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്ന് കൃത്യമായിട്ട് രാജിക്കത്തിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോഴും അദ്ദേഹം ആ ഒരു കത്തിൽ ഒരു വരികളിൽ പോലും ഒരു അഭ്യൂഹം ഉണ്ടാകാത്ത രീതിയിലാണ് ആ രാജിക്കത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും സർക്കാരിനെ വിമർശിക്കാതെ തന്നെ അദ്ദേഹം പദവി ഒഴിയാണ്. നമുക്ക് അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്, കാരണം ഒരു രാജിയൊക്കെ വെക്കുമ്പോൾ നമുക്കറിയാം ഒരു യാത്രയയപ്പ് നൽകുന്ന ഒരു പതിവുണ്ട്. മാത്രമല്ല ഒരു ഈ പറഞ്ഞോണമുള്ള ഒരു വിടവാങ്ങൽ പ്രസംഗം, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, അതുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ സഭയിൽ പറയാമായിരുന്നു. ഇതെൻ്റെ വിടവാങ്ങൽ പ്രസംഗമായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ഇത് നടത്താൻ, ഇതൊന്നും ഇല്ലാണ്ടാണ് അവിടെയാണ് പ്രതിപക്ഷത്തിന് സംശയം ഉളവാക്കുന്നതും വിവാദമായതും. മാത്രമല്ല ഇതിൽ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാഷണൽ ചാനലുകളൊക്കെ ഏറ്റെടുത്ത് പറയുന്നുണ്ട്. ഒന്ന്, അമിത്ഷായെ ഇതിനിടയിൽ വിളിച്ചിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി സംസാരിക്കുകയും അവരുടെ ഇടയിലുള്ള സ്വാഭാവികമായിട്ട് ഇതിൻ്റെ മുന്നേ തന്നെ ധൻഖറുമായിട്ട് സർക്കാർ ഒരു പല വിഭിന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവരുടെ ഇടയിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിനിടയിലാണ് അമിത്ഷാ വിളിക്കുന്നത്. അമിത്ഷാ ഈ ഒരു സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അവിടെ ഒരു തർക്കം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. കാരണം ആ ഒരു ഫോൺ സംഭാഷണത്തിൽ തനിക്ക് ഉപരാഷ്ട്രപതി എന്നുള്ളൊരു പദവിയുടെ അധികാരം എന്താണെന്നും അത് ചില അധികാരങ്ങൾ ധൻഖർ അമിത്ഷായെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ ഇടയിലെ ഒരു വാക്ക് തർക്കങ്ങൾ നമുക്ക് എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, വീട്ടിൽ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച്മെൻറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വൈസ് പ്രസിഡന്റ് അത് ഉയർത്തിയിരുന്നു. അതിന് സർക്കാരിന് യോജിക്കാൻ കഴിയില്ലായിരുന്നു. ആ ഒരു പ്രശ്നവും സർക്കാരും ഈ പറഞ്ഞ വൈസ് പ്രസിഡന്റുമായിട്ട് ചെറിയൊരു തർക്കത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. രണ്ടാമത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വൈകുന്നേരം രാജ്യസഭയുടെ കാര്യോപദേശ സമിതി യോഗത്തിൽ സഭാ നേതാവ് കൂടിയായ മന്ത്രി JP നഡ്ഡയും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവും പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അത് ഇദ്ദേഹം വിളിച്ചുകൂട്ടിയ 145 പേരടങ്ങുന്ന ഇദ്ദേഹം വിളിച്ചുകൂട്ടിയ ആ ഒരു ഈ ഒരു സഭയുടെ ഈ ഒരു സമിതിയിൽ അദ്ദേഹം പ്രത്യേകം വിളിച്ചു കൂട്ടിയതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനായിരിക്കും. അതിൽ ഇവർ രണ്ടുപേരും പങ്കെടുത്തില്ല. അത് അദ്ദേഹത്തിന് വല്ലാത്ത ഒരു മാന്യതക്കേടായിട്ട് തോന്നി, അദ്ദേഹത്തിനെ അപമാനിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. അത് നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ തൊട്ടടുത്തതായിട്ട് ഇവർ ഈ സർക്കാരിൻ്റെ ചില പ്രതിനിധികൾ, അതായത് NDA അംഗങ്ങളുടെ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട്, ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതിക്ക് എതിരായിട്ട് ഒരു ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നുള്ളതും വാർത്തകളിൽ നിറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റിന് എതിരായിട്ട് വരുന്നത് എന്നുള്ളത്, ഒന്ന്, അന്നത്തെ തിങ്കളാഴ്ചത്തെ സമ്മേളനത്തിന് മല്ലികാർജുൻ ഖാർഗെക്ക് നീണ്ട സമയം സംസാരിക്കാനുള്ള സമയം നൽകി വൈസ് പ്രസിഡന്റ്. അതെന്തിനുള്ള ഒരു ചോദ്യം അവിടെ NDA ഉന്നയിച്ചിരുന്നു. അപ്പോൾ അത് ഒരു വിഷയമാണ്. രണ്ടാമത്തത് ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേ
ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ട സംഗതി, മൂന്നാമത് ഇദ്ദേഹത്തിൻ്റെ വാവിട്ട ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ സർക്കാരിനെ വല്ലാത്ത പ്രതികൂല അവസ്ഥയിലാക്കിയിട്ടുണ്ട്. കാരണം സർക്കാരും ഈ പറഞ്ഞോണം ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള ചില തർക്കങ്ങൾക്ക് ഇടം നൽകി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഇദ്ദേഹത്തിനെതിരായിട്ട് ഒരു ബ്ലാങ്ക് പേപ്പറിൽ എല്ലാ NDA അംഗങ്ങളെല്ലാം കൂടെ ഒപ്പിട്ട് നൽകുന്ന ഒരു പരിപാടി അതിൻ്റെ തൊട്ടപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് ഇദ്ദേഹം വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ ഇതിൽ പങ്കെടുക്കാത്ത 2 വ്യക്തികൾ, അത് സാരമായിട്ട് ഇദ്ദേഹത്തിനെ വലിയൊരു പ്രശ്നത്തിലാക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ മല്ലികാർജുൻ ഖാർഗെക്ക് നീണ്ട നേരം പ്രസംഗം നടത്താനുള്ള സമയം അനുവദിച്ചത്. പിന്നെ നമുക്കറിയാം ഈ ധൻഖർ ചില വാവിട്ട വാക്കുകൾ സർക്കാരിനെതിരെ ഉന്നയിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. അതിനെ തുടർന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ വിമർശിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അത് വല്ലാണ്ട് സർക്കാരിനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു. അപ്പം ഈ കാർഷിക മേഖലയിലുള്ള കർഷകരോടുള്ള സർക്കാരിൻ്റെ അവഗണന വലിയ രീതിയിൽ ഒരു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല നമുക്കറിയാം ഈ സർവകലാശാല ബില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് 140 ജുഡീഷ്യറിക്ക് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ, 142 അനുച്ഛേദം സുപ്രീം കോടതി ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള ആണവ മിസൈലാണെന്നാണ് അന്ന് ധൻഖർ പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിനെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചില പരാമർശങ്ങൾ കേന്ദ്ര സർക്കാർ, മോദി സർക്കാർ വിചാരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസിലേക്ക്, പ്രതിപക്ഷത്തിലേക്ക് ചുവട് വെക്കുന്നതിൻ്റെ തുടക്കമാണ്. നമുക്കറിയാം ശശി തരൂർ കുറേ നാളുകളായിട്ട് കോൺഗ്രസിന് ചൂട് പിടിപ്പിക്കുന്നുണ്ട്, പല കാര്യങ്ങളും വിഷമഘട്ടത്തിലാക്കുന്നുണ്ട് കോൺഗ്രസിനെ. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, BJPയിലേക്കുള്ള ചൂടുമാറ്റമാണ് തരൂരിൻ്റെ. അത്തരത്തിൽ ഉള്ള കാര്യമായതുകൊണ്ടാണ് തരൂർ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് ഒരു മോദി സ്തുതിയൊക്കെ തരൂരിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ധൻഖറും ഇതുപോലെ പ്രതിപക്ഷവുമായിട്ട് കൂട്ടുചേരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായ കാര്യങ്ങൾ സഭയിലെടുക്കുന്നു. അതിന് ഉദാഹരണമാണ് സമ്മേളനത്തെ മല്ലികാർജുൻ ഖാർഗെക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ. ഈ കാർഷിക പ്രതിസന്ധിയുടെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇദ്ദേഹം ഉന്നയിക്കുകയാണ്. അതൊക്കെ സർക്കാരിനെ വെട്ടിലാക്കുന്നതാണ്. ഇപ്പോൾ യശ്വന്ത് വർമ്മയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് സർക്കാരിനെ പ്രതികൂട്ടിലാക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കൃഷിമന്ത്രിയുടെ കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ധൻഖർ പലപ്പോഴായിട്ട് ഉന്നയിക്കുന്നു. ഒരു പക്ഷേ ധൻഖറിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളെടുത്ത് അദ്ദേഹം അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹത്തിന് ആരെയും പേടില്ല. അതൊരു രാഷ്ട്രീയ പരമായിട്ടുള്ള കാര്യമല്ലാതെ അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്നു അദ്ദേഹം വിളിച്ചു പറയുന്ന ഒരു സ്വഭാവമുണ്ട്. തരൂരിന് ശരിയെന്ന് തോന്നുന്നു തരൂർ വിളിച്ചു പറയുന്നതിൽ. ഇതൊക്കെ വല്ലാണ്ട് പ്രതികൂട്ടിലാക്കിയിരിക്കുകയാണ് സർക്കാരിനെ. അതുകൊണ്ട് തന്നെ ഈ സർക്കാരുമായിട്ടുള്ള ഈ സ്വരക്കേടുകൾ അദ്ദേഹത്തിനെ വല്ലാണ്ട് വിഷമിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അപ്രതീക്ഷ, കാരണം രാവിലെ മുതൽ സമ്മേളനം നടക്കുന്ന ഒരു പ്രശ്നവുമില്ല, പക്ഷെ വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് രാജിക്കത്ത് സമർപ്പിക്കുകയും. പക്ഷെ അതിനുശേഷം ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇതൊന്നും തന്നെ പുറത്തു വരുന്നില്ല. മറ്റൊന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, മോദി സർക്കാരിൻ്റെ ഭാഗത്ത്, NDAയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം പോയതെന്നുള്ള കാര്യവും പുറത്തു വരുന്നില്ല. പ്രതിപക്ഷം പറയുന്നത് എന്താണ്, ഇതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടും ഇത് മോദി സർക്കാർ പറയണം എന്നുള്ളത് പറയുമ്പോഴും അവിടെ മൗനമാണ്. നിലവിൽ ഇപ്പോൾ മൗനമാണ്. ഇതിനപ്പുറം ഇനി അടുത്ത ഉപരാഷ്ട്രപതി ആര് എന്നൊരു ചോദ്യം കൂടെ എല്ലാവരും പറയുന്നുണ്ട്. നിരവധി പേരുടെ പേരുകളാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. അതിൽ തരൂരിൻ്റെ പേര് മുന്നിലാണെന്ന് നമ്മുടെ കേരള മാധ്യമങ്ങൾ പറയുമ്പോഴും, പക്ഷേ ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള നാഷണൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ പറയുന്നത് മറ്റ് ചില പേരുകളാണ്. അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേര് എന്തായാലും ഉണ്ട്. മാത്രമല്ല ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിൻ്റെ മകനും JDU രാജ്യസഭാംഗമായ രാംനാഥ് ഠാക്കൂറിൻ്റെ ഒരു പേര് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല മുൻ ജഡ്ജി ആയിരുന്ന ജസ്റ്റിസ് S അബ്ദുൾ നസീറിൻ്റെ പേര് പറയുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ശശി തരൂരിൻ്റെ പേരും പറയുന്നുണ്ട്. കൂടുതലും ബീഹാർ മുഖ്യമന്ത്രിക്ക് വരാനാണ് സാധ്യത. കാരണം ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ ബീഹാർ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് നേരത്തെ അറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരു പക്ഷേ ഈ നമ്മുടെ രാഷ്ട്രപതിയുടെ
ഇതുമായിട്ട് ബന്ധപ്പെട്ട ദ്രൗപദി മുർമുവിനെ എടുത്തതും അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് ഈ APJ അബ്ദുൽ കലാമിനെ പോലും അന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആ ഒരു സ്ഥാനം നൽകി. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ബീഹാർ മുഖ്യമന്ത്രിക്ക് ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുത്തുകൊണ്ട് മറ്റാരെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനെ അവിടെ നിർത്താനുള്ള പരിഗണനയുണ്ട്. ഒപ്പം തരൂരിൻ്റെയും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയും പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ തരൂരിൻ്റെ പേരാണ് കുറച്ചുകൂടി ഉച്ചത്തിൽ എല്ലാവരും വിളിച്ചു കൂവുന്നത്. അത് കാരണം ഒരു പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഐക്കണായി മാറി എന്നുള്ളതാണ്. എല്ലാവരുടെയും അടുത്ത് അദ്ദേഹം വലിയൊരു ഐക്കണായി മാറുകയും ഈ പറഞ്ഞതുപോലെ കുറച്ചധികം മോദി സ്തുതി പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും അത് ഇനി അടുത്ത വൈസ് പ്രസിഡന്റ് ആരാണ് എന്നുള്ളൊരു ചർച്ച ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ഉണ്ടാവുമോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെന്നുള്ള അറിഞ്ഞുകൂടാ. ഇതെന്തായാലും ധൻഖറിന്റെ രാജിയുടെ പിന്നിൽ ഇത്തരത്തിലുള്ള സർക്കാരുമായിട്ടുള്ള സ്വരക്കേടുകളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ അത് ഇരുവരും ഇപ്പം ധൻഖറും അതുപോലെ തന്നെ സർക്കാരും മൗനത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വസ്തുത.